43 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്താനൊരുങ്ങി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രണ്ടാം തവണയും അമേരിക്കയുടെ അധികാരത്തിലേറിയതിന് പിന്നാലെ കർശനമായ കുടിയേറ്റ നയങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണെന്ന് ട്രംപ് മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. 43 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ ബാധിക്കുന്ന കടുത്ത യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും അധികാരത്തിലേറിയതിന് പിന്നാലെ നടപ്പാക്കിയ കർശനമായ കുടിയേറ്റ നയങ്ങളുടെ തുടർച്ചയായാണ് പുതിയ നിയന്ത്രണങ്ങൾ എന്നാണ് ലഭ്യമാകുന്ന വിവരം. ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ രാജ്യങ്ങളെ റെഡ്, ഓറഞ്ച്, യെല്ലോ എന്നിങ്ങനെ 3 വ്യത്യസ്ത ഗ്രൂപ്പുകളായി തരംതിരിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. 11 രാജ്യങ്ങളാണ് റെഡ് ലിസ്റ്റിലുള്ളത്. അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, ക്യൂബ, ഇറാൻ, ലിബിയ, ഉത്തര കൊറിയ, സൊമാലിയ, സുഡാൻ, സിറിയ, വെനസ്വേല, യമൻ എന്നിവയാണ് റെഡ് ലിസ്റ്റിലുള്ള രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കയിലേക്കുള്ള പൂർണ്ണ യാത്രാ വിലക്ക് നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്. ബൊലാറസ്, എരിട്രിയ, ഹെയ്തി, ലാവോസ്, മ്യാൻമാർ, പാകിസ്ഥാൻ, റഷ്യ, ദക്ഷിണ സുഡാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നീ 10 രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഓറഞ്ച് ലിസ്റ്റ്. ഈ ലിസ്റ്റിലെ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ഭാഗിക യാത്രാ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. സമ്പന്നരായ ബിസിനസ് യാത്രക്കാർക്ക് നിയന്ത്രണങ്ങളില്ലാതെ പ്രവേശനം ലഭിച്ചേക്കാമെന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ കുടിയേറ്റ വിസ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ നേടുന്ന വ്യക്തികൾക്ക് അനുമതി നിരസിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. യെല്ലോ ലിസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ളത്. അങ്കോള, ആന്റിഗ്വ ആൻഡ് ബാർബുഡ, ബെനിൻ, ബുർക്കിന ഫാസോ, കംബോഡിയ, കാമറൂൺ, കേപ്പ് വെർഡെ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഡൊമിനിക്ക, ഇക്വറ്റോറിയൽ ഗിനിയ, ഗാംബിയ, ലൈബീരിയ, മലാവി, മാലി, മൗറിറ്റാനിയ, സെന്റ് ലൂയിസ, സാവോ ടോം ആൻഡ് പ്രിൻസിപ്പി, വാനുവാട്ടു, സിംബാബ്വെ തുടങ്ങിയ 22 രാജ്യങ്ങൾ യെല്ലോ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അവരുടെ പരിശോധനയിലും സ്ക്രീനിംഗ് പ്രക്രിയയിലുമുള്ള പോരായ്മകൾ പരിഹരിക്കുന്നതിന് 60 ദിവസത്തെ സമയമുണ്ട്. ഇത് പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നത് നിയന്ത്രണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായേക്കുമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കി. എന്നാൽ ഈ 3 ലിസ്റ്റിലും ഇന്ത്യ ഉൾപ്പെട്ടിട്ടില്ല. അതിനാൽ തന്നെ യാത്രാ വിലക്ക് ഇന്ത്യക്ക് ഇല്ല എന്ന് തന്നെ പറയാം. കെ ഫയൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ.